ണെന്ന് മനസ്സിലായോ? തമാശ മാറ്റിവെച്ചൊന്ന് ചിന്തിച്ചേ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ തുടങ്ങി വെച്ച ദിവസമാണ് ഇന്നലെ പ്രചാരണ ഉദ്ഘാടനം. മേയർ പദവി പോയ സ്ഥിതിക്ക് ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് മത്സരിക്കണം. എതിരാളി VK പ്രശാന്ത് ആകുമെന്ന് കരുതി കുതിര കയറി നോക്കിയതാ. അതാ നമ്മളൊക്കെ ഇന്നലെ കണ്ടത്. പലരും പറയുന്ന കേട്ടോ, അയ്യോ അനിയനെ പോലെ കണ്ട ശ്രീലേഖനെ VK പ്രശാന്ത് അപമാനിച്ചേന്ന്. നന്നായി പോയി എന്നേ പറയാനുള്ളൂ, നന്നായി പോയി. ഇതുപോലത്തെ പട്ടിഷോ കാണിക്കുമ്പോ VK പ്രശാന്ത് ശ്രീലേഖയ്ക്ക് കൊടുത്തത് കുറഞ്ഞു പോയി എന്ന അഭിപ്രായമാണിത്. രാഷ്ട്രീയമാണല്ലോ ഇത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, MLA കാട്ടി മുകളിലാണോ ഒരു വാർഡ് കൗൺസിലർ? എന്റെ അറിവിൽ ഇങ്ങനെ ഒരു കരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും ഇവിടെ വാടകയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ആ വാടക കൃത്യമായിട്ട് അടച്ചിട്ടുമുണ്ട്. 5 വർഷം തലസ്ഥാനം ഇത് സഹിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് അതിലുള്ളത്. തെറ്റുപറ്റിയെന്ന് ഇപ്പൊ തന്നെ ശാസ്ത്രമംഗലത്തുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇനി ചില സത്യങ്ങൾ പറയട്ടെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നല്ലോ. അപ്പൊ BJP ഏതായാലും തിരുവനന്തപുരം പിടിച്ചു. അത് സംഭവിച്ചു, യാഥാർത്ഥ്യമായി. പിന്നെ നെഞ്ചത്തടിച്ചിട്ടും നിലവിളിച്ചിട്ടും കാര്യമില്ലല്ലോ, യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. അപ്പൊ പിന്നെ BJPക്ക് മേയർ സ്ഥാനാർത്ഥി ഉണ്ടാകും. ഒരു മേയർ, BJP മേയർ തിരുവനന്തപുരത്തുണ്ടാവും. ഞാൻ ആദ്യം മുതലേ VV രാജേഷ് മേയർ ആവട്ടെ എന്ന് മനസ്സിലാഗ്രഹിച്ചു. കാരണം എന്താണെന്നറിയോ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. ഈ പകൽ അന്ത്യോളം വെള്ളം കോരാനൊക്കെ എപ്പോഴും പാർട്ടിക്കാർ തന്നെ വേണം. എല്ലാ പണിയും പാർട്ടിക്കാരെടുക്കണം. പട്ടിണി കിടന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തണം, പോസ്റ്റർ ഒട്ടിക്കണം, പിരിവ് നടത്തണം. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വാർഡിൽ കൗൺസിലറായി പോലും മത്സരിക്കാൻ അവസരം കിട്ടാത്ത എത്രയോ നിസ്വാർത്ഥരായ പാർട്ടി പ്രവർത്തകർ എല്ലാ പാർട്ടിയിലും ഉണ്ട്. CPM, കോൺഗ്രസ്, BJP, മുസ്ലിം ലീഗ്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ജയസാധ്യത എന്നൊക്കെ പേര് പറഞ്ഞ് പാർട്ടിക്കാർ എവിടെ നിന്നൊക്കെയോ ചില സെലിബ്രിറ്റികളെയൊക്കെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് മത്സരിപ്പിക്കും പല മണ്ഡലത്തിലും. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയും പോലെ അത്രയും കാലം ഊണും ഉറക്കവും ജീവിതവും കുടുംബവും കുട്ടികളെയും ഒക്കെ കളഞ്ഞ് പാർട്ടി പ്രവർത്തനം നടത്തിയവര് അപ്പൊ ആരാവും ശരിക്ക്? അത് ശരിയല്ല എന്ന് എല്ലാ കാലത്തും കരുതുന്ന ഒരാളാണ് ഞാൻ. ഒരു രസത്തിനൊക്കെ നമുക്ക് പറയാൻ, അങ്ങനെ പാർലമെന്ററി വ്യാമോഹമൊന്നുമില്ല, ഇതിനൊന്നും വേണ്ടിയല്ല ഞാൻ പാർട്ടി പ്രവർത്തിക്കുന്നത്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. പക്ഷെ സത്യം എന്താണ്, അർഹമായ സ്ഥാനം കിട്ടാതെ വരുമ്പോൾ വിഷമം തന്നെയാണ് ആ മനുഷ്യനും കണ്ടു നിൽക്കുന്നവർക്കും. അതുപോലെ തിരുവനന്തപുരത്തെ BJP പിടിക്കണമെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവിടുത്തെ പാർട്ടി പ്രവർത്തകർ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രകടനത്തിനോ സമരത്തിനോ പോലും 2 കൈവിരൽ എണ്ണാൻ പോലും ആളില്ലാത്ത പാർട്ടി. ചാനലിൽ വന്ന എല്ലാ ദിവസവും തേയല്, നമ്മളുടെയൊക്കെ വകയുള്ള പുച്ഛം പരിഹാസം. അവിടെ നിന്നും പാർട്ടിയെ അധികാരത്തിലെത്തിച്ചതിൽ പ്രധാന പങ്ക് VV രാജേഷിനുണ്ട്. ശ്രീലേഖയ്ക്ക് അതിൽ എന്ത് പങ്കാണുള്ളത്? ശ്രീലേഖ എന്ത് ചെയ്തു ഈ പാർട്ടിക്ക് വേണ്ടി? അപ്പോ മേയർ ആവേണ്ടത് പണിയെടുത്ത ആളാണ് VV രാജേഷാണ്. അല്ലാതെ മണ്ണും ചാരി നിന്ന IPSകാരിക്ക് എന്തിനാണ് ഈ മേയർ സ്ഥാനം കൊടുക്കുന്നതെന്ന് ഞാൻ ആദ്യം മുതലേ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ ശ്രീലേഖ മേയർ ആവുന്നതാണ് കോൺഗ്രസിനും CPMനും നമ്മൾ മതേതരവാദികൾക്കൊക്കെ നല്ലതാ. തൃശ്ശൂർ സുരേഷ് ഗോപി കാണിക്കുന്ന തോന്നിയാസൊക്കെ കോമാളിത്തരം അവർ തിരുവനന്തപുരത്ത് കാണിക്കും. നമുക്കൊക്കെ ഒരു നേരം പോക്കാകും, പാർട്ടി ഒരു കോമാളിയായി മാറുകയും ചെയ്യും. എന്നാൽ VV രാജേഷ് മേയർ ആയത് BJPക്ക് നല്ല ഗുണം ചെയ്യാനാണ് സാധ്യത.